ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 17-18 അധ്യായങ്ങൾ. അധ്യായം 17. യഹൂദ രാജാവായ ആഹാസിന്റെ 12-ാം ആണ്ടിൽ ഏലയുടെ മകനായ ഹോശേയ ഇസ്രായേലിലെ രാജാവായി. ശമര്യയിൽ 9 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തനിക്ക് മുമ്പുള്ള ഇസ്രായേൽ രാജാക്കന്മാരെ പോലെ അല്ലതാനും. അവന്റെ നേരെ അശൂർ രാജാവായ ശൽമനേസർ പുറപ്പെട്ടു വന്നു. ഹോശേയ അവന് ആശ്രിതനായി തീർന്നു, കപ്പം കൊടുത്തു വന്നു. എന്നാൽ ഹോശേയ മിസ്രയീം രാജാവായ സോവിന്റെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും അശൂർ രാജാവിന് ആണ്ടുതോറുമുള്ള കപ്പം കൊടുക്കാതിരിക്കുകയും ചെയ്തതു നിമിത്തം അശൂർ രാജാവ് അവനിൽ ദ്രോഹം കണ്ടിട്ട് അവനെ പിടിച്ച് ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി. അശൂർ രാജാവ് രാജ്യത്ത് എല്ലായിടവും കൂടി കടന്ന് ശമര്യയിലേക്ക് വന്ന് അതിനെ 3 സംവത്സരം നിരോധിച്ചു. ഹോശേയുടെ 9-ാം ആണ്ടിൽ അശൂർ രാജാവ് ശമര്യയെ പിടിച്ച് ഇസ്രായേലിനെ ബദ്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി. ഹലഹയിലും ഗോസാൻ നദീരത്തിലെ ഹാബേലിലും മേദ്യരുടെ പട്ടണങ്ങളും പാർപ്പിച്ചു. ഇസ്രായേൽ മക്കൾ തങ്ങളെ മിസ്രയീം രാജാവായ ഫറവോന്റെ കൈകളിൽ നിന്ന് വിടുവിച്ചു മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്ത് അന്യദൈവങ്ങളെ ഭജിക്കുകയും യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളുടെ ചട്ടങ്ങളെയും അവയെ നടപ്പാക്കിയ ഇസ്രായേൽ രാജാക്കന്മാരുടെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി കൊള്ളരുതാത്ത കാര്യങ്ങളെ രഹസ്യമായി ചെയ്ത് കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെ തങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും പൂജാഗിരികൾ പണിതു. അവർ ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചവൃക്ഷത്തിന് കീഴിലൊക്കെയും വിഗ്രഹസ്തംഭങ്ങളും അശേര പ്രതിഷ്ഠകളും സ്ഥാപിച്ചു. യഹോവ തങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളെ പോലെ അവർ സകല പൂജാഗിരികളിലും ധൂപം കാട്ടി യഹോവയെ കോപിപ്പാൻ തക്കവണ്ണം ദോഷമായുള്ള കാര്യങ്ങളെ പ്രവർത്തിച്ചു. ഈ കാര്യം ചെയ്യരുത് എന്ന് യഹോവ അവരോട് വിലക്കിയിരുന്ന വിഗ്രഹങ്ങളെ അവർ ചെന്ന് സേവിച്ചു. എന്നാൽ യഹോവ സകല പ്രവാചകന്മാരും ദർശകന്മാരും മുഖാന്തരം ഇസ്രായേലിനോടും യഹൂദയോടും നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതും എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നിങ്ങൾക്ക് അയച്ചു തന്നതുമായ ന്യായപ്രമാണത്തിനൊത്തവണ്ണമൊക്കെയും എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടപ്പിനെന്ന് സാക്ഷീകരിച്ചു. എങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കാതിരുന്ന പിതാക്കന്മാരെ പോലെ ദുശാഠ്യം കാണിച്ചു. അവൻ്റെ ചട്ടങ്ങളെയും അവരുടെ പിതാക്കന്മാരോട് അവൻ ചെയ്ത നിയമങ്ങളെയും അവൻ അവരോട് സാക്ഷീകരിച്ച സാക്ഷ്യങ്ങളെയും നിരസിച്ചു കളഞ്ഞു. അവർ വ്യാജത്തെ പിന്തുടർന്ന് വ്യർത്ഥന്മാരായി തീർന്നു. അവരെപ്പോലെ ആചരിക്കരുത് എന്ന് യഹോവ കൽപ്പിച്ചിരുന്ന ചുറ്റുമുള്ള ജാതികളെ തന്നെ അവർ പിന്തുടർന്നു. അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ ഒക്കെയും ഉപേക്ഷിച്ച് കളഞ്ഞ് തങ്ങൾക്ക് 2 കാളക്കുട്ടികളുടെ വിഗ്രഹങ്ങൾ വാർപ്പിച്ച് അശേര പ്രതിഷ്ഠയും ഉണ്ടാക്കി ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ചു ബാലിനെയും സേവിച്ചു പോന്നു. അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിപ്രവേശം ചെയ്യിച്ചു പ്രശ്നവും ആഭിചാരവും പ്രയോഗിച്ചു. യഹോവയെ കോപിപ്പിക്കേണ്ടതിന് അവന് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞു. അതുനിമിത്തം യഹോവ ഇസ്രായേലിനോട് ഏറ്റവും കോപിച്ചു അവരെ തൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. യഹൂദ ഗോത്രം മാത്രമല്ലാതെ ആരും ശേഷിച്ചില്ല. യഹൂദയും തങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ പ്രമാണിക്കാതെ ഇസ്രായേൽ ഉണ്ടാക്കിയ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു. ആകയാൽ യഹോവ ഇസ്രായേൽ സന്തതിയെ മുഴുവനും തള്ളി അവരെ താഴ്ത്തി കൊള്ളയിടുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഒടുവിൽ അവരെ തൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ ഇസ്രായേലിനെ ദാവീദ് ഗൃഹത്തിങ്കൽ നിന്ന് പറിച്ചു കളഞ്ഞു. അവർ നബാത്തിന്റെ മകനായ യൊരോബെയാമിനെ രാജാവാക്കി. യൊരോബെയാം ഇസ്രായേലിനെ യഹോവയെ വിട്ടുമാറാക്കി അവരെ കൊണ്ട് വലിയൊരു പാപം ചെയ്യിച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കൾ യൊരോബെയാം ചെയ്ത സകല പാപങ്ങളിലും നടന്നു. അവർ അവയെ വിട്ടുമാറായികയാൽ യഹോവ പ്രവാചകന്മാരായ തൻ്റെ സകല ദാസന്മാരെ മുഖാന്തരം അരുളിച്ചെയ്ത പ്രകാരം ഒടുവിൽ ഇസ്രായേലിനെ തൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ട് അശൂരിലേക്ക് പോകേണ്ടി വന്നു. ഇന്നുവരെ അവിടെ ഇരിക്കുന്നു. അശൂർ രാജാവ് ബാബേൽ, കൂദ, ഔവ, ഹമാത്ത്, സെഫർവയീം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം ശമര്യ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. അവർ ശമര്യ കൈവശമാക്കി അതിൻ്റെ പട്ടണങ്ങളിൽ പാർത്തു. അവർ അവിടെ പാർപ്പാൻ തുടങ്ങിയപ്പോൾ യഹോവയെ ഭജിച്ചില്ല. അതുകൊണ്ട് യഹോവ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു. അവ അവരിൽ ചിലരെ കൊന്നുകളഞ്ഞു. അപ്പോൾ അവർ അശൂർ രാജാവിനെ അറിയിച്ചത്, നീ കുടിനീക്കി ശമര്യ പട്ടണങ്ങളിൽ പാർപ്പിച്ച ജാതികൾ ആ ദേശത്തിലെ ദൈവത്തിൻ്റെ മാർഗം അറിയായക കൊണ്ട് അവൻ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു. അവർ ആ ദേശത്തിലെ ദൈവത്തിൻ്റെ മാർഗം അറിയായകയാൽ അവരെ കൊന്നുകളയുന്നു. അതിന് അശൂർ രാജാവ്,
നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുത്തനെ അവിടേക്ക് കൊണ്ടുപോകുവിൻ. അവർ ചെന്ന് അവിടെ പാർക്കുകയും അവർ ആ ദേശത്തെ ദൈവത്തിൻ്റെ മാർഗം ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ശമര്യയിൽ നിന്ന് കൊണ്ടുപോയിരുന്ന പുരോഹിതന്മാരിൽ ഒരുത്തൻ വന്ന് ബേഥേലിൽ പാർത്തു. യഹോവയെ ഭജിക്കേണ്ടുന്ന വിധം അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. എങ്കിലും അതത് ജാതി താന്താൻ്റെ ദേവന്മാരെ ഉണ്ടാക്കി ഓരോ ജാതി പാർത്തുവന്ന പട്ടണങ്ങളിൽ ശമര്യർ ഉണ്ടാക്കിയിരുന്ന പൂജാഗിരി ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു. ബാബേൽക്കാർ സൂക്കോത്ത് ബനോത്തിനെ ഉണ്ടാക്കി. കൂദാക്കാർ നർഗാലിനെ ഉണ്ടാക്കി. ഹമാത്കാർ അഷീമയെ ഉണ്ടാക്കി. ഔവക്കാർ നിബ്ഹസിനെയും തർത്തകിനെയും ഉണ്ടാക്കി. സെഫർവക്കാർ സെഫർവയും ദേവന്മാരായ അദ്രമേലേക്കിനും അനമേലേക്കിനും തങ്ങളുടെ മക്കളെ അഗ്നിപ്രവേശനം ചെയ്യിച്ചു. അവർ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ പൂജാഗിരി പുരോഹിതന്മാരെ നിയമിക്കുകയും അവർ അവർക്ക് വേണ്ടി പൂജാഗിരി ക്ഷേത്രങ്ങളിൽ യാഗം കഴിക്കുകയും ചെയ്യും. അങ്ങനെ അവർ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ട് പുറപ്പെട്ടു പോന്ന ജാതികളുടെ മര്യാദ പ്രകാരം സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോന്നു. ഇന്നുവരെയും അവർ മുമ്പിലത്തെ മര്യാദ പ്രകാരം തന്നെ ചെയ്യുന്നു. യഹോവയെ ഭജിക്കുന്നില്ല. തങ്ങളുടെ സ്വന്തം ചട്ടങ്ങളെയും മാർഗവിധികളെയും ആകട്ടെ യഹോവ ഇസ്രായേൽ എന്ന് പേർ വിളിച്ച യാക്കോബിൻ്റെ മക്കളോട് കൽപ്പിച്ച ന്യായപ്രമാണത്തെയും കൽപ്പനയുമാകട്ടെ അനുസരിച്ച് നടക്കുന്നതുമില്ല. യഹോവ അവരോട് ഒരു നിയമം ചെയ്ത് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ അന്യദൈവങ്ങളെ ഭജിക്കുകയും അവയ്ക്ക് യാഗം കഴിക്കുകയും ചെയ്യാതെ നിങ്ങളെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മാത്രം ഭജിക്കുകയും അവനെ മാത്രം നമസ്കരിക്കുകയും അവന് മാത്രം യാഗം കഴിക്കുകയും വേണം. അവൻ നിങ്ങൾക്ക് എഴുതി തന്ന ചട്ടങ്ങളെയും ന്യായങ്ങളെയും ന്യായപ്രമാണത്തെയും കൽപ്പനയെയും നിങ്ങൾ എല്ലാ നാളും പ്രമാണിച്ച് നടക്കണം. അന്യദൈവങ്ങളെ ഭജിക്കരുത്. ഞാൻ നിങ്ങളോട് ചെയ്ത നിയമം നിങ്ങൾ മറക്കരുത്. അന്യദൈവങ്ങളെ ഭജിക്കുകയും അരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ മാത്രം നിങ്ങൾ ഭജിക്കണം. എന്നാൽ അവൻ നിങ്ങളെ നിങ്ങളുടെ ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് വിടുവിക്കും. എങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ പണ്ടത്തെ മര്യാദ അനുസരിച്ച് നടന്നു. അങ്ങനെ ഈ ജാതികൾ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു. പിതാക്കന്മാർ ചെയ്ത പോലെ പുത്രന്മാരും പൗത്രന്മാരും ഇന്നുവരെ ചെയ്തു വരുന്നു. അധ്യായം 18. ഇസ്രായേൽ രാജാവായ ഏലയുടെ മകനായ ഹോശയുടെ 3-ാം ആണ്ടിൽ യഹൂദ രാജാവായ ആഹാസിൻ്റെ മകൻ ഹിസ്കിയാവ് രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവന് യെരുശലേമിൽ 29 സംവത്സരം വാണു. അവൻ്റെ അമ്മയ്ക്ക് അബി എന്നു പേർ. അവൾ സെഖര്യാവിൻ്റെ മകളായിരുന്നു. അവൻ തൻ്റെ പിതാവായ ദാവീദ് ചെയ്ത പോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹസ്തംഭങ്ങളെ തകർത്തു അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ച് മോശ ഉണ്ടാക്കിയ താമ്രസർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. അതിന് നെഹുഷ്ടാൻ എന്നു പേരായിരുന്നു. അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ച് അവന് മുമ്പും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല. അവൻ യഹോവയോട് ചേർന്നിരുന്ന് അവനെ വിട്ട് പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടന്നു. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ ചെന്നോടത്തൊക്കെയും കൃതാർത്ഥനായി വന്നു. അവൻ അശൂർ രാജാവിനോട് മത്സരിച്ചു അവനെ സേവിക്കാതിരുന്നു. അവൻ ഫെലിസ്ത്യരെ ഗസയോളം തോൽപ്പിച്ചു. കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെയുള്ള അതിൻ്റെ പ്രദേശത്തെ ശൂന്യമാക്കി കളഞ്ഞു. ഇസ്രായേൽ രാജാവായ ഏലയുടെ മകൻ ഹോശയുടെ 7-ാം ആണ്ടായി ഹിസ്കിയ രാജാവിൻ്റെ 4-ാം ആണ്ടിൽ അശൂർ രാജാവായ ശൽമനേസർ ശമര്യയുടെ നേരെ പുറപ്പെട്ടു വന്ന് അതിനെ നിരോധിച്ചു. 3 സംവത്സരം കഴിഞ്ഞ ശേഷം അവർ അത് പിടിച്ചു. ഹിസ്കിയാവിൻ്റെ 6-ാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ ഹോശയുടെ 9-ാം ആണ്ടിൽ തന്നെ ശമര്യ പിടിക്കപ്പെട്ടു. അശൂർ രാജാവ് ഇസ്രായേലിനെ അശൂരിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ഹലഹിലും ഗോസാൻ നദീതീരത്തുമുള്ള ഹാബേരിലും മേദ്യരുടെ പട്ടണങ്ങളും പാർപ്പിച്ചു. അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ ശബ്ദം കേട്ടനുസരിക്കാതെ അവൻ്റെ നിയമവും യഹോവയുടെ ദാസനായ മോശ കൽപ്പിച്ചതൊക്കെയും ലംഘിച്ചു കളകയാൽ തന്നെ അവർ അത് കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തിരുന്നില്ല. യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ 14-ാം ആണ്ടിൽ അശൂർ രാജാവായ സൻഹേരിബ് യഹൂദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്ന് അവയെ പിടിച്ചു. അപ്പോൾ യഹൂദ രാജാവായ ഹിസ്കിയാവ് ലാഖീശിൽ അശൂർ രാജാവിൻ്റെ അടുക്കൽ ആളയിച്ചു. ഞാൻ കുറ്റം ചെയ്തു, എന്നെ വിട്ട് മടങ്ങിപ്പോകണം.
നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ അടച്ചുകൊള്ളാം എന്ന് പറയിച്ചു. അശൂർ രാജാവ് യഹൂദ രാജാവായ ഹിസ്കിയാവിന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു. ആ കാലത്ത് യഹൂദ രാജാവായ ഹിസ്കിയാവ് യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിലുകളിലും കട്ടളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചെടുത്ത് അശൂർ രാജാവിന് കൊടുത്തയച്ചു. എങ്കിലും അശൂർ രാജാവ് തർത്താനെയും റബ്സാരിസിനെയും റബ്ഷാക്കയെയും ലാഖീഷിൽ നിന്ന് ഹിസ്കിയ രാജാവിൻ്റെ അടുക്കൽ ഒരു വലിയ സൈന്യവുമായി യെരുശലേമിൻ്റെ നേരെ അയച്ചു. അവർ പുറപ്പെട്ട് യെരുശലേമിൽ വന്നു. അവിടെ എത്തിയപ്പോൾ അവർ അലക്കുകാരൻ്റെ വയലിലെ പെരുവഴിക്കലുള്ള മേലത്തെ കുളത്തിൻ്റെ കൽപ്പാത്തിക്കരികെ ചെന്ന് നിന്നു. അവർ രാജാവിനെ വിളിച്ചപ്പോൾ ഹിസ്കിയാവിൻ്റെ മകൻ ഏല്യാക്കീം എന്ന രാജധാനി വിചാരകനും രായസക്കാരനായ ശെബ്നയും ആസാവിൻ്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും അവരുടെ അടുക്കൽ പുറത്തു ചെന്നു. റബ്ഷാക്കെ അവരോട് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ ഹിസ്കിയാവോട് പറയേണ്ടത്, മഹാരാജാവായ അശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത്? യുദ്ധത്തിനു വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ടെന്ന് നീ പറയുന്നത് വെറും വാക്കത്രേ. ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിച്ചിരിക്കുന്നത്? ചതഞ്ഞ ഓടക്കോലായ ഈ മിസ്രൈമിലല്ലോ നീ ആശ്രയിക്കുന്നത്. അതിന്മേൽ ഒരുത്തൻ ഊന്നിയാൽ അത് അവൻ്റെ ഉള്ളം കൈയിൽ തറച്ചുകൊള്ളും. മിസ്രൈം രാജാവായ ഫറവോൻ തന്നിൽ ആശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെയാകുന്നു. അല്ല, നിങ്ങൾ എന്നോട് ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവൻ്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഹിസ്കിയാവ് നീക്കിക്കളഞ്ഞിട്ടില്ലല്ലോ. യഹൂദയോടും യെരുശലേമിനോടും യെരുശലേമിലുള്ള ഈ യാഗപീഠത്തിൻ്റെ മുമ്പിൽ നമസ്കരിപ്പിൻ എന്ന് കൽപ്പിച്ചത്. ആകട്ടെ, എൻ്റെ യജമാനായ അശൂർ രാജാവുമായി വാതുകെട്ടുക. നിനക്ക് കുതിരച്ചേവകരെ കയറ്റുവാൻ കഴിയുമെങ്കിൽ ഞാൻ നിനക്ക് 2000 കുതിരയെ തരാം. നീ പിന്നെ എങ്ങനെ എൻ്റെ യജമാൻ്റെ എളിയ ദാസന്മാരിൽ ഒരു പടനായകനെങ്കിലും മടക്കും? രഥങ്ങൾക്കായിട്ടും കുതിരച്ചേവർക്കായിട്ടും നീ മിസ്രൈമിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാനിപ്പോൾ ഈ സ്ഥലം നശിപ്പിപ്പാൻ യഹോവയെ കൂടാതെയോ അതിൻ്റെ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നത്? യഹോവ എന്നോട് ഈ ദേശത്തിൻ്റെ നേരെ പുറപ്പെട്ടു ചെന്ന് അതിനെ നശിപ്പിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഹിൽക്കിയാവിൻ്റെ മകനായ എല്യാക്കീമും ശെബ്നയും യോവാഹും റബ്ഷാക്കയോട്, അടിയങ്ങളോട് അരാം ഭാഷയിൽ സംസാരിക്കണമേ, അത് ഞങ്ങൾക്കറിയാം. മതിന്മേലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. റബ്ഷാക്ക് അവരോട്, നിന്റെ യജമാനോടും നിന്നോടും ഈ വാക്ക് പറവാനോ എൻ്റെ യജമാൻ എന്നെ അയച്ചിരിക്കുന്നത്? നിങ്ങളോടുകൂടെ സ്വന്തം മലം തിന്നുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യുവാൻ മതിൽമേലിരിക്കുന്ന പുരുഷന്മാരുടെ അടുക്കലല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ റബ്ഷാക്കെ നിന്നുകൊണ്ട് യഹൂദ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ, മഹാരാജാവായ അശൂർ രാജാവിൻ്റെ വാക്ക് കേൾപ്പിൻ. രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്. നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ അവന് കഴിയുകയില്ല. യഹോവ നമ്മെ നിശ്ചയമായി വിടുവിക്കും. ഈ നഗരം അശൂർ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കയില്ല എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ യഹോവയിൽ ആശ്രയിക്കുമാറാക്കുകയും അരുത്. ഹിസ്കിയാവിന് നിങ്ങൾ ചെവി കൊടുക്കരുത്. അശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നിങ്ങൾ എന്നോട് സന്ധി ചെയ്ത് എൻ്റെ അടുക്കൽ പുറത്തു വരുവേൻ. നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ മുന്തിരിവള്ളിയുടെയും അത്തിവൃക്ഷത്തിൻ്റെയും ഫലം തിന്നുകയും താന്താൻ്റെ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്തുകൊള്ളുവേൻ. പിന്നെ ഞാൻ വന്നു നിങ്ങളുടെ ദേശത്തിന് തുല്യമായി ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോട്ടങ്ങളും ഒലിവെണ്ണയും തേനുമുള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. എന്നാൽ നിങ്ങൾ മരിക്കാതെ ജീവിച്ചിരിക്കും. യഹോവ നമ്മെ വിടുവിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ ചതിക്കുന്ന ഹിസ്കിയാവിന് ചെവി കൊടുക്കരുത്. ജാതികളുടെ ദേവന്മാർ ആരെങ്കിലും തൻ്റെ ദേശത്തെ അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ? ഹമാത്തിലെയും അർപ്പദിലെയും ദേവന്മാർ എവിടെ? സെഫർഫയീമിലെയും ഹേനയിലെയും ഇവയിലെയും ദേവന്മാർ എവിടെ? ശമരയെ അവർ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ട്. യഹോവ യെരുശലേമിനെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ആ ദേശങ്ങളിലെ സകല ദേവന്മാരിലും വെച്ച് ഒരുത്തൻ തൻ്റെ ദേശത്തെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചുവോ? എന്നാൽ ജനം മിണ്ടാതിരുന്നു. അവനോടൊന്നും ഉത്തരം പറഞ്ഞില്ല. അവനോട് ഉത്തരം പറയരുതെന്ന് കൽപ്പന ഉണ്ടായിരുന്നു. ഹിൽക്കിയാവിൻ്റെ മകനായ എല്യാക്കീം എന്ന രാജധാനി വിചാരകനും രായസക്കാരനായ ശെബ്നയും ആസാവിൻ്റെ മകനായ യോവാഹ് എന്ന മന്ത്രിയും വസ്ത്രം കീറി ഹിസ്കിയാവിൻ്റെ അടുക്കൽ വന്നു. റബ്ഷാക്കയുടെ വാക്ക് അവനോട് അറിയിച്ചു.